ചായ, പഴംപൊരി, വട വൈകുന്നേരങ്ങളിൽ മലയാളി ആഗ്രഹിക്കുന്ന ഒരു കോമ്പിനേഷൻ. കുട്ടനാടിന്റെ ഗ്രാമീണ വീതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതുപോലുള്ള നിരവധി ചെറിയ ചെറിയ കടകൾ കാണാം. ഒരു ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ചായ കുടിച്ചാൽ പോരാ, ഒരു വൈബിലിരുന്ന് ആസ്വദിച്ച് കുടിക്കാൻ പറ്റും. വൈബിന്റെ കാര്യത്തിൽ തലതൊട്ടപ്പനായി വരും ഈ സ്ഥലം. ഒരു ചായയിലും വടയിലും എന്തിനിത്ര വർണ്ണിക്കാനിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് കുടിക്കുന്ന രീതിയല്ല, അത് കുടിക്കാനിരിക്കുന്ന സ്ഥലമാണ് അതിന്റെ പ്രത്യേകത. കൊയ്ത്ത് കഴിഞ്ഞ് വെള്ളം കയറ്റിയിരിക്കുന്ന പുഞ്ചപ്പാടത്തിലേക്ക് നോക്കിയിരുന്നൊരു ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന വൈബ് മറ്റെവിടെയാണ് കിട്ടാനാവുക? കൂട്ടിന് നല്ലൊരു കാറ്റും മഴയുള്ള ദിവസമാണെങ്കിലോ എങ്ങനെ ഉണ്ടാവും? ചായയും വടയും വർണ്ണിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലായിടത്തും ഉള്ളതുപോലെ അതേ ടേസ്റ്റ്. എന്നാൽ ആ തണുത്ത കാറ്റിലും ആ മഴയിലും ആ വൈബിലും ആസ്വദിച്ച് കുടിക്കുമ്പോഴത്തേക്ക് ചായക്ക് വേറൊരു ടേസ്റ്റ് ഉള്ളതുപോലെ നമുക്ക് തോന്നും. ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി സുഹൃത്തുക്കളോടൊത്ത് ഇതുപോലൊരു ചായ കുടിക്കുമ്പോഴത്തേക്ക് മനസ്സിലുണ്ടാകുന്ന ആനന്ദം അത് കവിവർണ്ണനകൾക്കും അപ്പുറമാണ്. ചായക്ക് കൂട്ടായിട്ട് വട മാത്രമല്ല, രസവടയും ഉണ്ട്. സുഹൃത്തിന് രസവട പ്രേമമുള്ളത് കൊണ്ട് അവനായിട്ട് ട്രൈ ചെയ്തതാണത്. പണ്ട് തമിഴ്നാട്ടിൽ ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ വെറുത്ത സാധനമാണ്. അതിനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. നിരവധി യാത്രക്കാരും ഉദ്യോഗസ്ഥരും എല്ലാം വൈകുന്നേരങ്ങളിൽ ഒരു ചായ കുടിക്കാനായിട്ട് ഇവിടെ എത്താറുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവനെന്തേ ആ സ്ഥലത്തെപ്പറ്റി പറയാത്തത് എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ പ്രമുഖ ബുദ്ധപ്രതിമയായ കരിമാടിക്കുട്ടന് സമീപത്തായിട്ടാണ് ഈ കടയുള്ളത്. കുട്ടനാടൻ യാത്രയിലെ കാഴ്ചകളും വഴികളും പുഴകളും കടകളും ഭക്ഷണങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല. വൈകുന്നേരങ്ങളിലെ ചായയും ചെറുകടിയും കൂടാതെ രാത്രിയിലേക്കുള്ള ഭക്ഷണങ്ങളും ഇവിടെ റെഡിയാണ്. മനസ്സിനെ ശാന്തമാക്കാനും പുതിയ ചിന്തകൾക്ക് ഉണർവേകാനും പ്രകൃതിയോളം വലുതായി മറ്റെന്താണുള്ളത്? കുട്ടനാടിൻ്റെ ഗ്രാമീണ ഭംഗികളും രുചിഭേദങ്ങളും വിശേഷങ്ങളുമായിട്ട് അടുത്ത പ്രാവശ്യം വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.